PM ശ്രീയിൽ ഒപ്പിടില്ല, ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഒപ്പിടില്ല, ഇനി ഞങ്ങൾ അനുവദിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് SFIയുടെ ഒരു മാർഗനിർദ്ദേശം ഒരു ഭാഗത്ത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ CPI പറയുന്നു ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. അവസാനം പക്ഷേ പിണറായി വിജയനും പോയിട്ട് PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്നു. എന്താണ് ഇത്? RSSുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് ആരോപണം. എന്താ തോന്നുന്നത്? ഈ പാർത്ഥൻജി പറഞ്ഞ പോലെ തന്നെ ഈ ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ CPI അനുവദിക്കില്ല. CPIക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒപ്പിട്ടു, വാർത്ത പുറത്തു വന്നു, CPI അറിഞ്ഞിട്ടില്ല. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI അറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഒരു വലിയ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ വലിയ പദ്ധതിയാണ്, കോടികളുടെ ഗ്രാന്റ് കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് CPI അറിഞ്ഞിട്ടില്ല, SFI അറിഞ്ഞിട്ടില്ല, DYFI അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു സ്വകാര്യ ചാനൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് ഈ വാർത്ത പുറത്തു കൊണ്ടതേ വരെ അറിയുന്നത്. അത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ പദ്ധതിക്ക് എതിരെ മുറവില് കൂട്ടിയ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് PS സഞ്ജീവിന്റെ ഒരു ബൈറ്റ് ഞാൻ ഇപ്പോൾ ഓർക്കാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഈ യോഗം യോഗത്തിന് ശേഷം പുറത്തു വന്ന സഞ്ജീവ് പറഞ്ഞത്, ഈ യോഗത്തിൽ പങ്കെടുത്ത ABVP ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും, അതായത് ഞങ്ങൾ അടക്കമുള്ള SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ പദ്ധതിയെ എതിർക്കുകയാണ് ചെയ്തത്. ഈ പദ്ധതി യാതൊരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഈ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ABVP മാത്രമാണെന്നാണ്. അപ്പോ ഈ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി SFIക്കാരൻ ഉന്നയിച്ച ആവശ്യത്തെക്കാൾ ABVPയുടെ ആവശ്യം അംഗീകരിച്ചു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അതിന്റെ മറുപടി പറയേണ്ട സഞ്ജീവാണ്. ആ ബൈറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം പാറി നടക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിക്ക് ഒപ്പിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, ഒരു ഭാഗത്ത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് RSS BJPയുമായും RSSുമായും ഉള്ള കേരളത്തിലെ CPMന്റെ ഡീലിന്റെ ഭാഗമാണ്. മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ CPM പറയുന്നത് ഇത്തരം ഒരു പദ്ധതിയിൽ നിന്ന് കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ്. കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് ലഭിക്കുമ്പോൾ ഇത്തരം ഒരു പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തോമസ് ഐസക്കിനെ പോലെ ധനകാര്യ വിദഗ്ധൻ എന്ന് പറയുന്ന ആളുകൾ പറയുമ്പോൾ, ഇത് നേരത്തെ ഇവർക്ക് CPMന് അറിയില്ലായിരുന്നു. കേരളം കടക്കണിയിലാണെന്ന് അവർ അംഗീകരിച്ചു. ഇത് കേരളം കടക്കണിയിലാണ് നേരത്തെ ഇവർക്ക് അറിയില്ല. കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് ഒരു ഭാഗത്ത് ഇവർ പറയുന്നുണ്ട്. നേരത്തെ ഇവർക്ക് അറിയില്ലായിരുന്നു കേരളം കടക്കണിയില്ലാന്ന്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടെടുക്കരുത്. ഷോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഷോ എടുക്കേണ്ട കാര്യമില്ല. ഇവർക്ക് പറയാം. ഇപ്പം പറയുന്ന ന്യായം ഈ പദ്ധതിയിൽ നിന്ന് മാറി, നേരത്തെ പറഞ്ഞൂടെ, കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇപ്പോൾ അത്ര നല്ലതല്ല. കേന്ദ്രം തരുന്ന ഗ്രാന്റ് ഉപയോഗിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പുരോഗതിയിലേക്ക് പോകും. അതുകൊണ്ട് ഈ പദ്ധതിയിൽ നമുക്ക് ഒപ്പിട്ടേ മതിയാകുമെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ പറയാം. ഒരു ഭാഗത്ത് പറയാ RSSന്റെ നയം ഞങ്ങൾ അംഗീകരിക്കില്ല, എന്നിട്ട് ഇവിടെ മുഴുവൻ പൊതുയോഗം നടത്തി പറയാ RSSനെ വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കണ്ടില്ലേ, കർണാടക നടപ്പാക്കി, തെലങ്കാന നടപ്പാക്കി, രാജസ്ഥാൻ നടപ്പാക്കി, കേരളം നടപ്പാക്കിയില്ലെന്ന്. ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം മാനം പോയില്ലേ? ഇപ്പം പറയുന്ന ന്യായം കേരളത്തിന്റെ കടക്കണിയിലാണ്. അപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി ഇത്ര വലിയൊരു ഗ്രാന്റ് ലഭിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള സാമ്പത്തിക ഭദ്രതയിലല്ല CPM. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതിയിൽ ഒപ്പിടുന്ന കാലാവധി കുറച്ച് വൈകിപ്പിക്കാം. നേരത്തെ ആയുഷ്മാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ ജോർജ്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി, വലിയ വിമർശനം ഉന്നയിച്ചു. ആയുഷ്മാൻ പദ്ധതിയുമായി ഒരു കാരണവശാലും ഞങ്ങൾ കൈകോർക്കില്ല എന്നൊക്കെ വിമർശനം ഉന്നയിച്ചു. പക്ഷേ ഇവിടെയുള്ള കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയാൽ പോലും ആയുഷ്മാൻ പദ്ധതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖവും നമുക്ക് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി അടിച്ചു വെച്ചിട്ടില്ലേ? ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് SFIയുടെ എതിർപ്പൊക്കെ ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ എതിർപ്പ് ഉന്നയിച്ചെങ്കിൽ SFIക്ക് ആ നിലപാട് എന്നുണ്ടെങ്കിൽ ശിവൻകുട്ടിക്കെതിരെ സമരം ചെയ്യണം. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, CPMന്റെ ഒരു രാഷ്ട്രീയം ശ്രദ്ധിച്ചാൽ, ആദ്യം RSSനെതിരെ ഞങ്ങൾ പൊരുതുന്നു എന്ന് വരുത്തിർക്കും. ഇപ്പം CAA വന്ന സമയത്ത് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു, മറ്റു പലതും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓൾറെഡി അതൊക്കെ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. SIRനെതിരെ തീവ്ര വോട്ടർ പരിഷ്കാരം ഉണ്ടല്ലോ, അതിനെതിരെ ഇപ്പോൾ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമേയം അവതരിപ്പിക്കുക, അതൊക്കെ ഒരു കടലാസ് തുണ്ടിന്റെ പോലും ബലമില്ലാതെ അതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. നിതിന് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരോട് നിയമം കൊണ്ടുവന്നാൽ നടപ്പിലാക്കാതിരിക്കാനൊന്നും പറ്റില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് ഈ വോട്ട് ബാങ്ക് ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആദ്യം ഞങ്ങൾ നടപ്പിലാക്കില്ലെന്ന് പറയുക, പിന്നീട് അത് ഇരുട്ടിന്റെ മറവിൽ നടപ്പിലാക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, CPI ഇന്ന് ആരോപിച്ച ഒരു വലിയ വിഷയമുണ്ട്. അതായത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യുന്നു, CPIയുടെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് അത് തൽക്കാലം അജണ്ടയിൽ നിന്ന് മാറ്റിവെച്ച് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചൊരു കാര്യമാണ്. അതെങ്ങനെയാണ് ഇന്നലെ പോയി ഒപ്പിട്ടത് എന്നാണ് CPIയുടെ മന്ത്രിമാർ ചോദിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായും CPIക്ക് മുന്നണിയിൽ ഒരു വിലയില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു.
മറ്റൊന്ന് പാർത്ഥം പറഞ്ഞ പോലെ തന്നെ മുതലക്കുളം മൈതാനിയിൽ കയ്യടിക്ക് വേണ്ടിയിട്ട് എന്ത് വിളിച്ചു പറയാം. പാർത്ഥം പറഞ്ഞ പോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഇടതുമുന്നണി റാലിയിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനത്താണ് പറയുന്നത്, ആരൊക്കെ ഇന്ദ്രൻ ചന്ദ്രനും വന്നാലും ഇതിവിടെ നടപ്പിലാക്കാൻ കഴിയില്ല, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ നടപ്പിലാക്കണം. കേരളത്തിൽ നടപ്പിലായില്ലേ? നടപ്പിലായി. ഇത് കയ്യടിക്ക് വേണ്ടിയിട്ട് മുതലക്കുളം മൈതാനിയിലെ പ്രസംഗമൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രിക്ക് ഇത് അറിയായിട്ടൊന്നല്ല. അദ്ദേഹത്തിന് ഒരു ഭാഗത്ത് വോട്ട് ബാങ്ക് സംരക്ഷിക്കണം, മറുഭാഗത്ത് തലയിൽ മുന്നിട്ട് പോയിട്ട് രാത്രി പരിപാടിപ്പിക്കണം. ഇന്നിപ്പോ ആരോ നേതാവിന്റെ പേര് ഓർക്കുന്നില്ല, ഇത് ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടത്. ടി പി രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ പറയാം, ഇത് ഉദ്യോഗസ്ഥർ ഒപ്പിട്ടതാണ്, ഇതിന്റെ വരും വരാവകളെ കുറിച്ച് ഞങ്ങൾ ഇനി പഠിക്കുന്നു. അല്ല, ഇത് കേവലം മനുഷ്യന്മാർ പൊട്ടന്മാരാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കാലങ്ങളായി ദേശാഭിമാനി മാത്രം വായിക്കുന്ന ചില ആളുകളെ നമുക്ക്, അല്ലെങ്കിൽ ഒരു കാലത്ത് പത്രങ്ങൾ മാത്രമുള്ള സമയത്ത് നമുക്കത് എഴുതുന്ന വാർത്തകളാണ്, നമുക്ക് കണ്ണിന് മുമ്പിൽ കാണുന്നില്ല. പക്ഷെ ആ സമയത്ത് ഒരുപാട് കള്ളം പറഞ്ഞു, ഒരുപാട് പറ്റിക്കൽ നടന്നു. പക്ഷെ ഇന്ന് ചാനലുകൾ വന്നു, അതിനുശേഷം എന്താണ് സോഷ്യൽ മീഡിയ വന്നു, ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ് കാര്യങ്ങൾ. ആ സമയത്ത് പറയാണ് ഏതോ ഉദ്യോഗസ്ഥൻ പോയി ഒപ്പിട്ടു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പോകണം. ഉറപ്പല്ല, ആ നിമിഷം രാജിവെക്കണ്ടേ? മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാന സർക്കാർ അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ പോയി ഒപ്പിടാൻ വെച്ചാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുള്ളത്? ടി പി രാമകൃഷ്ണൻ ഇത് അറിയാറ്റൊന്നുമല്ല, അയാൾക്കറിയാം ഇത് ആരൊക്കെ ഒപ്പിട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുന്നു. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകനെതിരെ എല്ലാവർക്കെതിരെ കേസ് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷായുമായിട്ട് ഒരു പ്രത്യേക കൂടിക്കാഴ്ച, കേന്ദ്രമന്ത്രി അമിത്ഷായുമായി ഒരു മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയെന്നും ഞാൻ തള്ളിപ്പറയില്ല. കാരണം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കൂടിക്കാഴ്ച എവിടെ നിന്നാണ് നടന്നത്? വീട്ടിൽ നിന്നാണ് നടന്നത്. ഈ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ കെ വി തോമസ്, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലുള്ള കെ വി തോമസ് ആണ് ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയത്. പ്രധാനമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു. ഇവിടെയൊക്കെ കെ വി തോമസ് കൂടെ ഉണ്ട്. അപ്പം കേരളത്തിലെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചു, എനിക്കറിയില്ല. കാലഭൈരവന്റെ തെയ്യം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. നരേന്ദ്രമോദി എന്ന് പറയുന്നത് കാലഭൈരവന്റെ ഉപാസകനാണ് നരേന്ദ്രമോദി. അതിൽ വലിയ കാര്യം അതെനിക്ക് പുതിയ കാലഭൈരവ മൂർത്തിയുടെ ഉപാസകനാണ്. അപ്പൊ അങ്ങനെ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അപ്പൊ അത്രമാത്രം ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? കാരണം ഒരു കാലഭൈരവനെ ഉപാസിക്കുന്നതിന് ആ ഒരു വിഗ്രഹം അത് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ആരാധന കൂടും. കൂടാതെ മാത്രം ആ സമ്മാനിച്ച ആളോട് വലിയ ഇഷ്ടം തോന്നും. അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഫലം വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിനെ, ഞാൻ നേതാവിന്റെ പേരൊന്നും പറയില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു വരുത്തി ചോദിച്ചു, CPM കാരനല്ല, ഇത്തവണ കേരളം ആര് ഭരിക്കുന്നു? അപ്പൊ ആ നേതാവ് പറഞ്ഞു, സംശയം എന്താ, കോൺഗ്രസ് ഭരിക്കും കേരളം. അപ്പൊ ഞാൻ പറഞ്ഞ അറിവാണ്, വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ അറിവ്. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാരണവശാലും കോൺഗ്രസ് ഭരിക്കില്ല, ഇത്തവണ കേരളം CPM ഭരിക്കും, നിങ്ങൾ എഴുതി വെച്ചോ. അതിനു മുമ്പ് ഡീല് നടന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമാനമായ ഒരു അവസ്ഥയിൽ ഇത്തവണയും ഒരു ഡീല് നടത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൻ ആരോപിക്കുന്നത്. നേരത്തെ ശ്രീഎമ്മുമായി ഉണ്ടായ ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെ സംഘർഷത്തിന്, BJP CPM സംഘർഷത്തിന് ഒരു അയവ് വന്നതെന്ന് CPM നേതാക്കന്മാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശ്രീഎം പറഞ്ഞിട്ടുണ്ട്. കാരണം CPM BJP സംഘർഷം അയവ് വരുത്താൻ അല്ലെങ്കിൽ സംഘർഷം ഇല്ലാതാക്കാൻ മധ്യസ്ഥ വഹിച്ചത് ഞാനാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വെട്ടിമരിക്കുന്നതിന് അറുതി വരുത്തേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അത് ആരിടപെട്ട് ചെയ്താൽ നല്ല കാര്യം. നമ്മൾ അതിനെ യാതൊരു കാരണവശാലും അതിനെ എതിർക്കില്ല. പക്ഷേ ഇപ്പോ മുഖ്യമന്ത്രിയുടെ പേര് സോഷ്യൽ മീഡിയ മാറ്റി കഴിഞ്ഞു, പിണറായി PM എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് ഏത് തരത്തിലാണ് കേരളത്തിലെ CPM അണികളെ, ജനങ്ങളെ വഞ്ചിച്ചു ഞാൻ പറയില്ല, ജനങ്ങൾക്ക് പിണറായി വിജയൻ ആരാണെന്നറിയാം. CPM അണികളെ വഞ്ചിച്ചിരിക്കുകയാണ്. സൈബർ മേഖലയിൽ പിണറായി വിജയന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്ന, സംഘപരിവാറിനെ നേരെ നിന്ന് എതിർക്കാൻ കഴിയുന്ന ഏക നേതാവ് പിണറായി വിജയനാണെന്ന് പറയുന്ന സംഘപരിവാറിന്റെ തിട്ടൂരം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് വാഴ്ത്തിപ്പാടുന്ന സൈബർ അണികൾ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? പിന്നെ TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെയാണെങ്കിൽ പിണറായി വിജയൻ ഈ നിമിഷം രാജിവെച്ച് പുറത്തു പോകണം. CPIക്ക് ഇനിയൊന്നും പറയാനില്ലാത്ത അവസ്ഥ. CPI എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ അപ്രസക്തമായി. ഉളുപ്പെന്ന സാധനം അല്പമെന്നുണ്ടെങ്കിൽ അവർ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരണം. പക്ഷേ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോയിട്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ത്രാണി പോലും ഇപ്പോൾ CPIക്കില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും പിണറായി വിജയൻ നടപ്പിലാക്കി. ഇനി എന്തെല്ലാം നടപ്പിലാക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും എന്തായാലും ന്യായീകരിക്കേണ്ട സഖാക്കളെ കുറിച്ച് ആലോചിച്ചാണ് എനിക്ക് ആ ക്യാപ്സ്യൂളുകൾ ഇപ്പൊ ഏത് രീതിയിൽ എത്ര ഡോസിൽ തയ്യാറാക്കാൻ
കഴിയും എന്നുള്ള ആലോചനയായിരിക്കും അവിടെ അത് നടക്കുന്നത്. പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം പറയാൻ, ഒരു CPM-ന്റെ സൈബർ പോരാളി ഇട്ട ഒരു പോസ്റ്റാണ്, കേരളം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് അല്ല. മറ്റേ കാര്യമൊക്കെ വരുമ്പോൾ സ്വതന്ത്ര റിപ്പബ്ലിക് ആ സമയത്തൊക്കെ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്, ഇപ്പൊ അല്ല. ശരി.